ഹായ് ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സി ആൻഡ് എസ് വ്ളോഗ്. ഇന്ന് പേപ്പർ വെച്ചിട്ട് ഒരു കുഞ്ഞ് ഫോട്ടോ ഫ്രെയിം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അധികം ചിലവില്ലാതെ നമ്മുടെ ഇഷ്ടമുള്ള ഫോട്ടോസ് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു ബ്ലാക്ക് കളർ പേപ്പർ എടുക്കുന്നുണ്ട്. പിന്നെ കുഞ്ഞപ്പനും ഞാനും കൂടിയുള്ള ഒരു ഫോട്ടോ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൂടി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ആ പേപ്പറിൻ്റെ ഒരു സൈഡിൽ നിന്നായിട്ട് നമ്മൾ 4 സെൻറ്റിമീറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ അതൊന്ന് ആ 2 പോയിൻറ്റ്സ് ഉണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തിട്ട് ഒരു ലൈൻ വരച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് ഏത് ഫോട്ടോ ആണോ ഫ്രെയിം ചെയ്തെടുക്കേണ്ടത് അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കുക. ഒരു സൈഡിൽ നമ്മൾ 4 സെൻറ്റിമീറ്റർ വെച്ചിട്ട് മെഷർ ചെയ്തിട്ടൊന്ന് വരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അവിടെയാണ് കേട്ടോ നമ്മുടെ ഫോട്ടോ വെച്ചേക്കുന്നത്. എന്നിട്ട് ഇതുപോലെ കറക്റ്റ് ആ ഒരു സൈസ് നമ്മൾ ട്രേസ് ചെയ്തെടുക്കുകയാണ്. ഇനി പുറത്തേക്കുള്ള 4 സൈഡിലേക്കും 4 സെൻറ്റിമീറ്റർ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് വരച്ചെടുക്കുക എന്നുള്ളതാണ് അടുത്ത നമ്മുടെ പരിപാടി കേട്ടോ. ഒരു സൈഡ് ആദ്യം തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിൽ ഇതുപോലെ നമ്മൾ 4 സെൻറ്റിമീറ്റർ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നേരത്തെ വരച്ചതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ബാക്കിയുള്ള 2 സൈഡിലൂടെ ഇതുപോലെ 4 സെൻറ്റിമീറ്റർ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കുക. കറക്റ്റ് ഒന്ന് വരച്ച് കഴിയുമ്പോൾ ഇതുപോലെയാണ് കിട്ടിയേക്കുന്നത്. ഇപ്പോൾ നമ്മൾ വരച്ചു കൊടുത്ത ആ ഒരു ഭാഗം വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അത്രയും പീസ് മാത്രമേ നമ്മുടെ ഫോട്ടോ ഫ്രെയിം ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. അങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെയാണ് കിട്ടിയേക്കണേ. ഇനിയിപ്പോൾ ചെയ്യണേന്ന് വെച്ചാൽ ഓരോ സൈഡിലേക്ക് നമുക്ക് ഓരോ സെൻറ്റിമീറ്റർ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതായത് ആ ഒരു 4 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഒരു ബോർഡർ പോലെ വരച്ചു കൊടുത്തില്ലേ, അവിടെ ആയിട്ട് ഓരോ സെൻറ്റിമീറ്റർ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ 4 സൈഡിലും ഈ ഒരു രീതിയിൽ തന്നെ വരച്ചെടുക്കുന്നുണ്ട്. നാല് സൈഡും മെഷർ ചെയ്ത് വരച്ച് കഴിയുമ്പോൾ ഇതുപോലെയാണ് കിട്ടുക. പിന്നെ സൈഡിലായിട്ട് നമുക്ക് ഇതുപോലെ ഒരു സ്ക്വയർ ഷേപ്പിൽ കാണാൻ പറ്റും. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അതും ആ ഒരു 4 സൈഡിൽ നിന്നും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ഷേപ്പിലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി വീഡിയോയിൽ കാണുന്ന രീതിയിൽ നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന 2 സൈഡ് ഉണ്ടല്ലോ, അവിടെ ആയിട്ട് ഓരോ സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ പ്രിൻറ്റ് ചെയ്തെടുത്തേക്കുന്ന ഫോട്ടോ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലായതുകൊണ്ട് നമുക്ക് ആ ഒരു ഫോട്ടോ ഫ്രെയിം ആ ഒരു ഷേപ്പിലാണ് കേട്ടോ കിട്ടുക. അപ്പോൾ ലെങ്ത്ത് കൂടിയ ഭാഗം ഉണ്ടല്ലോ, അവിടെ ആയിട്ട് നമ്മൾ ഇതുപോലെ കുറച്ച് മാർക്കിങ്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ 4 സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് കിട്ടുക. നിങ്ങൾക്കത് കട്ട് ചെയ്യുന്നത് കാണുമ്പോൾ മനസ്സിലാവും. ഇതുപോലെ 1 സെൻറ്റിമീറ്റർ അളവിലാണ് കട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കറക്റ്റായിട്ട് നോക്കാം കേട്ടോ. ആ ഒരു ഷേപ്പ് നോക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ സ്കെയിൽ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ സൈഡിലും ഓരോ സെൻറ്റിമീറ്റർ വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ടൊന്ന് വരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ കംപ്ലീറ്റ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ആ ഒരു സെൻറ്റർ ഭാഗത്തേക്കായിട്ട് നമ്മുടെ ഫോട്ടോ ഒട്ടിച്ച് കൊടുക്കാം. സൈഡിലേക്ക് ഞാൻ മെഷർ ചെയ്തപ്പോൾ ചെറിയൊരു തെറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഫോട്ടോൻ്റെ സൈഡിലുള്ള കുറച്ച് ഭാഗം എനിക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ. ഇപ്പോഴത്തേക്ക് 1 സെൻറ്റിമീറ്റർ അളവിൻ്റെ വ്യത്യാസം കൂടി വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ ഫ്രെയിമൊക്കെ അടിപൊളിയായിട്ട് തന്നെ കിട്ടി. ഇനി 4 സൈഡൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീഡിയോയിൽ കാണുന്ന രീതിയിൽ അറ്റത്തായിട്ട് ഇതുപോലെ കുറച്ച് ഗ്ലൂ ആക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഉള്ളിലേക്ക് മടക്കിയിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ 4 സൈഡൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഓപ്പോസിറ്റ് വരുന്ന 2 സൈഡ് ഒട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഈ ഒരു സൈഡ് ഒട്ടിച്ചെടുക്കാൻ പോകാം കേട്ടോ. അപ്പോൾ അതിനുള്ളിലേക്കായിട്ട് നമ്മൾ കറക്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കറക്റ്റ് മെഷർമെൻറ്റ് എടുത്താലേ അത് നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ.
ഇപ്പോൾ ഇതുപോലെ 4 സൈഡും സെറ്റ് ആയിട്ടുണ്ട്. ഏകദേശം നമ്മുടെ ഫോട്ടോ ഫ്രെയിം സെറ്റ് ആയിട്ടോ. ശരിക്കും പറഞ്ഞാൽ 2 രൂപയുടെ ഒരു കളർ പേപ്പർ മാത്രമേ നമുക്ക് വാങ്ങിക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ ഞങ്ങൾക്ക് OHP ഷീറ്റ് അതിന് മുകളിലേക്കായിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു ഫ്രെയിമിൻ്റെ സൈസിൽ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിനേലും കുറച്ചുകൂടി സൈസ് കുറഞ്ഞ രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ഈ ഫോട്ടോ പ്രിൻ്റ് എടുക്കാനായിട്ട് എനിക്ക് കാശൊന്നും ചിലവായിട്ടില്ല. എൻ്റെ അങ്കിൾ തന്നെയാണ് ഇപ്പോൾ പ്രിൻ്റ് എടുത്ത് തന്നത്. പിന്നെ നിങ്ങളിപ്പോൾ പ്രിൻ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 30 ആയിരിക്കും വരാം. അതും ഒരു ഫോട്ടോ പ്രിൻ്റ് എടുക്കാനല്ല, ഒരു A3 ഷീറ്റിൻ്റെ A3 സൈസിൽ നമുക്ക് ഒരുപാട് ഫോട്ടോസ് ഒരുമിച്ചൊക്കെ പ്രിൻ്റ് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോഴും അധികം ചിലവൊന്നും വരില്ല. അങ്ങനെ നമ്മുടെ OHP ഷീറ്റും ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്നുകൂടി കാണാനായിട്ട് ഭംഗിയായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് മിറർ ഒട്ടിച്ച് കൊടുത്തായിരുന്നു. പിന്നെ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ അത് അത്ര ഇഷ്ടമായില്ല. ഞാനതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഒന്ന് പറിച്ച് മാറ്റി കേട്ടോ. അപ്പോൾ പണി പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫെവി ബോണ്ട് വെച്ചാണ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു യെല്ലോ കളർ ഉണ്ടാവുമല്ലോ, അതിങ്ങനെ കാണുന്നുണ്ടായിരുന്നു. അതിൻ്റെ സൈഡിലായിട്ട് ഒരു ത്രെഡൊക്കെ വെച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു രീതിയിൽ മാത്രം നമ്മൾ ചെയ്തെടുക്കുന്നതാണ് കുറച്ചുകൂടി ഭംഗിയായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ടോട്ടൽ ഈ ഒരു ഫ്രെയിം ചെയ്യാനായിട്ട് എനിക്ക് ചിലവായത് ശരിക്കും 2 രൂപയെന്നേ പറയാനായിട്ടുള്ളൂ. കാരണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. ആ ഒരു കളർ പേപ്പർ മാത്രമേ നമ്മൾ എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, സൈഡിൽ ആ മിറർ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ പശയുടെ ചെറിയൊരു കളർ ഉണ്ടായിരുന്നെന്ന്. അത് കാണാതിരിക്കാനായിട്ട് ഇതുപോലെ ഒരു ത്രെഡ് എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ചേച്ചി ഒരു ടോപ്പ് എടുത്തപ്പോൾ നമുക്കിങ്ങനെ സൈഡിലേക്ക് കെട്ടാനായിട്ട് ഒരു വള്ളി ഉണ്ടാവില്ലേ, അങ്ങനെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞ് എടുത്ത് മാറ്റിയപ്പോൾ ഞാൻ എടുത്ത് വെച്ചതാണ് കേട്ടോ. അതിൻ്റെ 2 സൈഡിലത്തെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ബാക്കിയുള്ളത് ഇതേ നമ്മുടെ ഫോട്ടോ ഫ്രെയിമിൻ്റെ 4 സൈഡിലേക്കായിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. മിറർ ഒട്ടിച്ച് കഴിഞ്ഞാലും ഇതാണ് എനിക്ക് കുറച്ചുകൂടി ഭംഗിയായിട്ട് തോന്നിയത്. പിന്നെ ഇതിൻ്റെയും ആവശ്യമില്ലായിരുന്നു, നമുക്ക് ആ ഒരു പേപ്പർ മാത്രം മതിയായിരുന്നു. പിന്നെ ആ ഒരു യെല്ലോ കളർ പോകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇതുപോലെ ഒട്ടിച്ച് കൊടുത്തത്. എന്തായാലും കാര്യം അത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളല്ലേ, നമുക്ക് എല്ലാവർക്കും ചെയ്യാനായിട്ട് പറ്റും. മെഷർമെൻറ്റ്സ് എടുക്കുമ്പോൾ ഒന്ന് കറക്റ്റായിട്ട് എടുക്കുക. അതുപോലെ സൈഡിൽ കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴും കറക്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. അങ്ങനെ ഇതേ നമ്മുടെ മിനിയേച്ചർ ഫോട്ടോ ഫ്രെയിമിൻ്റെ ഫൈനൽ ലുക്ക് ഇതുപോലെയാണ് കിട്ടിയേക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായില്ല എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് പറയാം. പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.